കോടികൾ വിലമതിക്കുന്ന തിമിംഗല ഛർദിയുമായി രണ്ടുപേർ പോലീസിന്റെ പിടിയിലായി. പത്തനംതിട്ട പന്തളത്താണ് ഇക്കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. വലിയ വിലയുള്ള ആംബർഗ്രീസ വിൽപ്പന നടത്തുന്നതിനായി ബൈക്കിൽ കൊണ്ടുപോകുന്നതിനിടെയാണ് ഈ പ്രതികൾ പോലീസിന്റെ പിടിയിലായത്. കൊട്ടാരക്കര ഓടനാവട്ടം മുട്ടത്തറ സ്വദേശി രാജീവ് 39 വയസ്സ്, കൊട്ടാരക്കര നെടുവത്തൂർ സ്വദേശിയായിട്ടുള്ള സോമൻ 48 വയസ്സ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ പന്തളം പോലീസും ജില്ലാ ഡാൻസ് ഓഫ് ടീമും കൂടി ചേർന്ന് സംയുക്തമായി പന്തളം പാലത്തിന് സമീപത്ത് വെച്ച തൂഫാനുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഒരു ബൈക്കിൽ രണ്ടാളുകൾ ഇതുവഴി കടന്നു വരുന്നത്. സ്വാഭാവികമായും ആ ബൈക്കിന് പോലീസ് കൈ കാണിക്കുന്നു. എന്നാൽ പോലീസിനടുത്തെത്തിയതിനു ശേഷം ഇവർ ബൈക്ക് വെട്ടിച്ച് അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. ഇതിൽ സംശയം തോന്നിയ പോലീസ് സംഘം ജീപ്പ് എടുത്തുകൊണ്ട് ഇവരെ പിന്തുടർന്ന് അതിസാഹസികമായി തന്നെ ബൈക്കിന് മുൻപിൽ ജീപ്പ് വിലങ്ങി വെച്ചാണ് ഇവരെ പിടിക്കുന്നത്. അങ്ങനെ ഈ രണ്ടുപേരെയും പിടികൂടി നടത്തിയ പരിശോധനയിലാണ് അവരുടെ കൈവശമുണ്ടായിരുന്ന ബാഗിനുള്ളിൽ നിന്ന് തിമിംഗല ഛർദി കണ്ടെത്തുന്നത്. ഏതാണ്ട് 6 കിലോയോളം തൂക്കമുള്ള തിമിംഗല ഛർദിയാണ് കണ്ടെത്തിയത്. ഇതിന് കോടികൾ വില വരും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ പ്രതികളിൽ ഒരാളായ രാജീവ് 5 വർഷം മുൻപ് ഇത് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ലക്ഷദ്വീപിൽ നിന്ന് വാങ്ങിയതാണ് ഈ ആംബർഗ്രീസ എന്നുള്ളതാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. തിരുവല്ലയിൽ ഇത് വലിയ വിലയ്ക്ക് വിൽപ്പന നടത്താൻ വേണ്ടി ബൈക്കിൽ കൊണ്ടുപോകുന്നതിനിടെയാണ് പിടികൂടിയത് എന്നുള്ളതാണ് ഇവർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്താണെങ്കിലും പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ച് ചിത്രത്തിൽ തിമിംഗല ഛർദി വിൽപ്പന നടത്തുന്ന മാഫിയ സംഘങ്ങളുണ്ട് എന്ന ചില സൂചനകളൊക്കെ പോലീസിന് മുൻപ് ലഭിച്ചിരുന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് ഇത്തരത്തിൽ വാഹന പരിശോധന അല്ലെങ്കിൽ തൂഫാനുമായി ബന്ധപ്പെട്ട വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ രണ്ടുപേർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. 6 കിലോയോളം ആംബർഗ്രീസാണ് ഇവരുടെ പക്കലുള്ള ബാഗിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത്. പിന്നീട് ഇവരെ പന്തളം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. അതിനുശേഷം ഇത് വനംവകുപ്പുമായി ബന്ധപ്പെട്ട കേസായതുകൊണ്ട് തന്നെ കോന്നി ഡിവിഷനിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ഈ പ്രതികളെയും ആംബർഗ്രീസും അവർക്ക് കൈമാറുകയാണ് ചെയ്തത്. ഇത് തിമിംഗല ഛർദി ആയതുകൊണ്ട് തന്നെ വനംവകുപ്പുമായി ബന്ധപ്പെട്ട കേസാണ്. ഇതിൽ FIR രജിസ്റ്റർ ചെയ്യേണ്ടതും ഇല്ലെങ്കിൽ റിമാൻഡ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതും വനംവകുപ്പാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത് വനംവകുപ്പിന് കൈമാറിയത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. എന്താണെങ്കിലും കോടികൾ വിലമതിക്കുന്ന 6 കിലോയോളം വരുന്ന ആംബർഗ്രീസുമായിട്ടാണ് രണ്ടുപേർ പോലീസിന്റെ പിടിയിലായത്. 5 വർഷം മുമ്പ് ഇത് ലക്ഷദ്വീപിൽ നിന്ന് വാങ്ങിയതാണ് എന്നുള്ളതാണ് ഈ പ്രതികൾ അവകാശപ്പെടുന്നത്. വലിയ രീതിയിൽ വലിയ തുകയ്ക്ക് ഉയർന്ന തുകയ്ക്ക് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി വാങ്ങിയതാണ്. അത്തരത്തിൽ വിൽപ്പന നടത്താൻ വേണ്ടി തിരുവല്ലയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ഇവർ പിടിയിലായത് എന്നുള്ളതാണ് നിലവിൽ ഈ പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഓക്കെ താങ്ക് യു.